അമ്മയുടെ 50-ാം പിറന്നാൾ വന്നപ്പോൾ അമ്മ ഒന്നിച്ച് 108 കല്യാണം നടത്തി. അമ്മ ആദ്യം കല്യാണം കഴിച്ചുവിട്ട് അവരുടെ അച്ഛനെയും അമ്മയും. ഇപ്പൊ ആ കുട്ടിയുടെ അവരുടെ മോടെ കല്യാണം ഇപ്പൊ നടക്കുന്നുണ്ട്. 22 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹവും അമ്മയുടെ ഒരു പിറന്നാൾ ദിനത്തിൽ തന്നെയാണ് നടന്നത്. അതുകൊണ്ട് ഇരട്ടി സന്തോഷം. കല്യാണം നടത്തി കൊടുക്കുന്നത് ഒരു 1990-91 കാലഘട്ടം മുതലേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ചെറുതായിട്ടായിരുന്നു. അങ്ങനെ 1, 2, 3 പേര് പാവത്തുങ്ങൾ വന്നിട്ട് അമ്മയോട് കല്യാണം കഴിക്കാൻ മാർഗമില്ല, കുട്ടികളിങ്ങനെ പ്രായമായി നിൽക്കുക, ചെറുക്കനുണ്ട്, കല്യാണം കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ അവരെ എന്തെങ്കിലും സ്വർണം കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഇത്ര സ്വർണം കൊടുത്ത് സഹായിക്കാറ് പതിവുണ്ട്. അങ്ങനെ നടത്തിക്കൊണ്ടേ ഇരുന്നപ്പോഴാണ് അമ്മയ്ക്ക് പിന്നീട് അത് കൂടി വന്ന് പിന്നെ 10, 25, 20 ആയി കല്യാണം. അമ്മയുടെ 50-ാം പിറന്നാൾ വന്നപ്പോൾ അമ്മ ഒന്നിച്ച് 108 കല്യാണം നടത്തി. അത് കഴിഞ്ഞ് എല്ലാ വർഷവും 10, 50, 40 ആളുകളെ ഈ അപേക്ഷ വാങ്ങിച്ച് അത് സ്ഥിരമായി. നമ്മൾ ഈ കേരളത്തിൽ മാത്രമല്ല അമ്മ കല്യാണം നടത്തി കൊടുക്കുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടെയും അമ്മയുടെ പ്രോഗ്രാം സമയത്ത് പ്രോഗ്രാം നടത്തുമ്പോൾ അമ്മ കല്യാണം നടത്താറുണ്ട്. പിന്നെ കല്യാണ ചെലവെന്ന് പറയുമ്പോൾ കല്യാണത്തിന് സകല ചെലവ്, ഡ്രസ്സ്, ചെറുക്കൻ്റെ ഡ്രസ്സ്, പെണ്ണിൻ്റെ ഡ്രസ്സ്, അവർക്ക് വേണ്ട പൂമാല, അവരുടെ ഇവിടെ എത്ര ആളുകൾ വന്നാലും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. ഇപ്പൊ അമ്മയുടെ കല്യാണം നടത്തിയവരുടെ കുട്ടികളുടെ കല്യാണം ഈ പ്രാവശ്യമുണ്ട്. ഇപ്പൊ അമ്മ ആദ്യം കല്യാണം കഴിച്ചുവിട്ട് അവരുടെ അച്ഛനെയും അമ്മയും. ഇപ്പൊ ആ കുട്ടിയുടെ അവരുടെ മോടെ കല്യാണം ഇപ്പൊ നടക്കുന്നുണ്ട്. അമ്മയുടെ 71-ാം പിറന്നാൾ ദിനത്തിൽ ഞങ്ങൾ വിവാഹിതരായിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ 22 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹവും അമ്മയുടെ ഒരു പിറന്നാൾ ദിനത്തിൽ തന്നെയാണ് നടന്നത്. അതുകൊണ്ട് ഇരട്ടി സന്തോഷം. ഇതിന് തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ്. അമ്മ കൊടുക്കുന്ന സ്വർണത്തിനേക്കാൾ ഉപരിയായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു കല്യാണം നടത്തി കിട്ടുക എന്ന് പറയുന്നത് അവരുടെ മഹാഭാഗ്യമായിട്ടാണ് അവർ കരുതുന്നത്.